വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാകുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ. NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ പറഞ്ഞു. NH അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അതിനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ ഏറ്റുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഒരു അനിവാര്യമായ സ്വഭാവമുണ്ട്, അതിന് അനിവാര്യമായൊരു തീരുമാനമുണ്ട്. ആ രീതിയിലല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരിക്കണം, ഒരു പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനമായിരിക്കണം എന്നൊക്കെ വാശിയോടെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നവരെല്ലാം ഒരുമിച്ച് തുടങ്ങുന്നത്. നമ്മളൊരു സൗഹൃദമായിരുന്നു തുടക്കത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദ രൂപമുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ക്രമേണ അത് വിജയിച്ചു വരുമ്പോഴാണ് അതിൻ്റെ തനി നിറം പുറത്തു വരിക എന്നുള്ളതാണ് സത്യം. ഇത് കോർപ്പറേറ്റുകളുടെ ഒരു സ്വഭാവമാണ്. എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നു, നമ്മൾ എന്താ പറയുക, അർത്ഥവത്തായ പരിപാടികളെ സംരക്ഷണം ചെയ്യുള്ളൂ. ജനങ്ങൾക്കൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പ്രോഗ്രാമിംഗ്, പ്രോഗ്രസീവ് ആയിരിക്കണം. ഇതൊക്കെ ഒരു 2-3 കൊല്ലം 4 കൊല്ലം നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യും. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിലാണ് NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കേരള വിഷന് പിന്നിൽ NH അൻവറിന്റെ ദീർഘവീക്ഷണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, കെൽട്രോൺ മുൻ CGM KV അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സമഗ്ര സംഭാവന പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ്, കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി AP, മികച്ച ക്യാമറമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ്, മികച്ച അവതാരകയായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപഹരി, പ്രത്യേക പരാമർശത്തിന് അർഹനായ UCV ചാനലിലെ ബിന്ദു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CEO സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ട്രഷറർ K. വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഗൗരിദാസൻ നായർ, VPS ലേക്ഷോർ MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, KCL ചെയർമാൻ K. ഗോവിന്ദൻ, CEO ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ എന്നിവർ സംസാരിച്ചു. CEO ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.